പാക് ഒക്യുപ്പൈഡ് കശ്മീരിൽ വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ ഇന്ത്യക്കൊപ്പം ചേരാൻ താല്പര്യമുണ്ട് എന്ന രീതിയിൽ സംസാരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് ഞങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി നോക്കാൻ അറിയാം എന്ന രീതിയിൽ പ്രതിഷേധം നടത്തുമ്പം ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ പലരും നടത്തി. ഇതെന്താണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്? ഇതിനോടൊപ്പം നമുക്കറിയാം 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കറാച്ചിയിൽ ഒരു വലിയ ഭീകരാക്രമണം ഉണ്ടായിരുന്നു. ആ ഭീകരാക്രമണം ഇന്ത്യയാണ് നടത്തിയതെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. ഇത് രണ്ടിനെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുമല്ലോ. രണ്ടിനെയും വേണമെങ്കിൽ കൂട്ടി യോജിപ്പിക്കാം. പക്ഷെ അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഈ POKയിലെ പ്രശ്നമാണ്, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലെ പ്രശ്നമാണ്. അവിടെ ബൗണ്ടറിക്കടുത്തുള്ള റാവൽകോട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. പ്രക്ഷോഭത്തിന് അടിസ്ഥാനപരമായ കാരണം, ഞാൻ ഏതാണ്ട് 1 കൊല്ലം മുമ്പ് തന്നെ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പാകിസ്ഥാനൊക്കെ തകരാനുള്ള രാജ്യമാണ്, അത് ചിന്ന ഭിന്നമാകാൻ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏതാണ്ട് 44% ഭൂപ്രദേശം വരുന്ന ഒരു രാജ്യമാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രദേശം. അവിടെ ശരിക്കും പാകിസ്ഥാൻ ആർമിക്ക് വലിയ കൺട്രോളൊന്നുമില്ല. അവിടെ ഗോത്ര ഗവൺമെൻറ് അവിടെയാണ് ഒരു ട്രെയിൻ തടഞ്ഞു വെക്കുകയും റാഞ്ചി എടുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ പ്രശ്നം അഭിമുഖീകരിക്കുകയാണ്. ഇപ്പം ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഗൗതം പറഞ്ഞതിനേക്കാൾ സീരിയസ് ആണ് പ്രശ്നം. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇത് ഇന്ത്യയോട് ചേരാൻ ആലോചിക്കുന്നുണ്ടെന്നല്ല അവർ പറഞ്ഞ പാകിസ്ഥാൻ ഞങ്ങളുടെ രാജ്യമല്ല എന്ന് പറയുന്നത്. അത് 10,000-കണക്കിന് ആളുകൾ തടിച്ചുകൂടി എന്നുള്ള റാലിയിലാണ് ഈ പറയുന്ന ജമ്മു കാശ്മീർ അവാമി ലീഗ് എന്ന് പറയുന്ന ജാം എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്, അദ്ദേഹത്തിൻ്റെ പേര് സർദാർ അമൻ ഖാൻ, അദ്ദേഹം ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണ്, ഇതിൻ്റെ നേതാവാണ്. അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് പാകിസ്ഥാൻ വേണ്ട, പാകിസ്ഥാൻ ഞങ്ങളുടെ രാജ്യമല്ലെന്നാണ് പറയണം. അത് ഇതിൻ്റെ എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്ന പ്രസ്താവനയാണ് പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്ററായിട്ടുള്ള ഖ്വാജ ആസിഫ്, അദ്ദേഹം പ്രതിരോധ വകുപ്പ് മന്ത്രി, അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പാകിസ്ഥാനികളല്ലെന്ന് പറഞ്ഞത്. പാകിസ്ഥാനിലെ ബാക്കിയുള്ളവർ സംസാരിക്കുന്ന ഭാഷയല്ല സംസാരിക്കുന്നതെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള കുറേ ആളുകൾ. കാരണം ഇന്ത്യയാണ് ഈ പ്രശ്നങ്ങൾക്ക് പുറകിൽ എന്നുള്ളതാണ് പറഞ്ഞേക്കണം. പുറകിലാണെങ്കിൽ നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പുറകിലാണോ ഇല്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ പുറകിലാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ഇത്രയും നാളും ഈ പറയുന്ന ഇവിടെയുള്ള കാശ്മീരിലേക്ക് കയറി ഇതുപോലെ അവരുടെ കുറേ ദുരന്തരന്മാരെയും ലഷ്കർ ഇ തോയ്ബേനെയൊക്കെ അയച്ച് തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം യഥാർത്ഥത്തിൽ അവിടുത്തെ പ്രശ്നം നമ്മൾ ചെയ്ത് പണിയൊന്നുമല്ല, ഇത് ഇന്ത്യക്കാർ ചെയ്ത് പണിയൊന്നുമല്ല. കാരണം അവിടെയുള്ള ജനങ്ങൾ ഒന്നടങ്കം സംഘടിച്ചുകൊണ്ട് ഇന്ത്യയോടൊപ്പം ചേരാൻ അവർ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയാൻ പോകുന്നത്, വിഷയം അവിടെ 38 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ വലിയ സമരത്തിലാണ്. അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ പ്രശ്നം വിശപ്പാണ്. ജീവിക്കാൻ പറ്റുന്നില്ല. ഇലക്ട്രിസിറ്റിക്ക് ചാർജ് കൂടുതലാണ്, ഭക്ഷണ സാധനങ്ങൾക്ക് ചാർജ് കൂടുതലാണ്, ഇൻഫ്ലേഷൻ കൂടുതലാണ്. ഇതെല്ലാറ്റിനും കൂടാതെ പാകിസ്ഥാൻ്റെ ഒരു നമ്മളിപ്പോൾ പറയണ തെറ്റാണ്, അങ്ങോട്ട് വിളക്കിൽ ചിറ്റമ്പനായോ എന്ന് പറയുമല്ല. അതായത് ഇവരോട് ഒരു 2ാം കിട പൗരന്മാരെന്നുള്ള നിലക്കാണ് കാര്യങ്ങൾ. ഇവർക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ഒഫീഷ്യൽസ് പറയുന്ന വാചകം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഒഫീഷ്യൽ ഈ പാസ്പോർട്ട് പോലെ പാകിസ്ഥാൻ്റെ പൗരത്വം നൽകുന്നില്ല, അതൊക്കെ കയ്യിലിരിക്കട്ടെ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് ഞങ്ങളനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രം പുറത്തേക്ക് പോകാനുള്ള ഒരു രേഖയാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ മാത്രമല്ല, ഇസ്ലാമാബാദിൽ. ഇനി അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരെ വലിയ തോതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് UK പല സംഘടനകളുണ്ട്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് വേണ്ടി ഒരു ഇന്റർനാഷണൽ ലോബിങ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന നിരവധി ആളുകളുണ്ട്. അവരടക്കം ഇപ്പം ഇതിനെതിരാണ്. പിന്നെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ, ഈ ഖ്വാജ ആസിഫ് എന്ന് പറയുന്ന മന്ത്രി, അയാൾ ഇവിടെ നിന്നാണ്. അപ്പം ഇതെല്ലാം ഞാൻ പറയുന്നത് പാകിസ്ഥാനെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഒന്ന് ഇമ്രാൻഖാനെയൊക്കെ ജയിലിലടക്കുകയും അവിടെ ഉണ്ടായത് പീപ്പിൾസ് പാർട്ടിയൊക്കെ തന്നെ ഇവരേതാണ്ട് അടിച്ചമർത്തുകയൊക്കെ ചെയ്തു. അതിനുശേഷം യഥാർത്ഥത്തിൽ അവിടെ ഭരിക്കുന്നത് ഒരു ജനകീയ ഭരണമല്ല, അസീം മുനീറിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യമാണ് എന്നുള്ളത് അവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. എത്ര കാലം നിങ്ങളെ എനിക്ക് ഇപ്പം ചൈനയിൽ എന്തുകൊണ്ട് ഈ സംഭവം വലിയ കലാപമൊന്നും ഉണ്ടാകുന്നില്ലെന്ന് ഗൗതത്തിനറിയോ? അവിടെ സ്വാതന്ത്ര്യമൊന്നും വലുതായിട്ടില്ല, പക്ഷെ കലാപം ഉണ്ടാകത്തെന്നറിയോ? നിങ്ങൾക്കെല്ലാം എല്ലാ സൗകര്യവും ഉണ്ട് അവിടെ, എല്ലാ സംഭവവും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയുണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം പണമുണ്ട്, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എറണാകുളത്തൊന്നും അതുപോലെയുള്ള സ്ഥലമില്ല. നിങ്ങളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സ്ക്വയറുകളുണ്ട്, വാട്ടർ ഫൗണ്ടനുകളുണ്ട്, നമുക്ക് ആകെ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും ആനന്ദിക്കാനും വേണ്ട എല്ലാ സൗകര്യവും ഉണ്ട്. ഒറ്റ കാര്യമില്ലാത്തതാണ്. ഗവൺമെന്റിനെതിരെ വായി തോന്നിയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അപ്പൊ അത് സഹിക്കും ജനം. ഇപ്പം നാളെ നമ്മുടെ ഇവിടെ നിന്നുള്ള ആളുകൾ ഗൾഫിൽ പോയിട്ടോ അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ടോ അവരെല്ലാവരും അവിടെയുള്ള രാഷ്ട്രീയത്തിൽ ഇടപെടുകയോ അവിടെ അതല്ല ഇതല്ലെന്ന് പറയുകയോ ചെയ്യുന്നുണ്ട്? ഇല്ല.
കാരണം അവിടെ നമുക്ക് പണിയെടുക്കുന്നു, ജീവിക്കുന്നു. നമ്മൾ എന്ത് ചെയ്തു, ഈ പറയുന്ന പോലെ നമ്മുടെ എന്റർടൈൻമെന്റ്സ് നമ്മൾ സ്വയം കണ്ടെത്തുന്നു, അല്ലെങ്കിൽ സിനിമ പോകുന്നു, ഫാമിലി ആയിട്ട് നിൽക്കുന്നു, ഇങ്ങോട്ട് അയക്കാൻ പണം കിട്ടുന്നു. ഇത് ജനം സഹിക്കും. ഇപ്പൊ നമ്മള് ഓക്കെ, ഗൗതമന്റെ അടുത്ത് കഴിഞ്ഞൊരു വീഡിയോ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് അവിടെ പൗരത്വം വേണം. അവിടെ പൗരത്വം വേണമെന്നൊന്നുമില്ല, അവിടെ പണി ഉണ്ടാവുക, അവിടെ എന്ത് ചെയ്യോ, കാശ് അയക്കാൻ പറ്റുക, ഇത് മതി. ഈ പാകിസ്ഥാൻ പൂർണ്ണമായിട്ടും തകർച്ചയുടെ വക്കിലാണെങ്കിൽ എന്താണ് അവരുടെ ഭാവി? ആ ജനങ്ങളുടെ ഇതെന്താണ്? പാകിസ്ഥാൻ പരിപൂർണമായിട്ടും തകർച്ചയുടെ വക്കിലാണ്. ഇപ്പൊ ഞാൻ പകുതിയെ പറഞ്ഞുള്ളൂ. ഇനി പകുതി അടുത്ത് എന്താണെന്ന് അറിയാമോ? അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ വലിയ പ്രശ്നമാണ്. അല്ല, ഇതിന്റെ പിന്നിലൊക്കെ ഇന്ത്യ ആണോ എന്നുള്ള സംശയം, പാകിസ്ഥാനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇപ്പം നമ്മുടെ മോഹൻ ഭാഗവത് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാനുമായിട്ടൊരു ഓപ്പൺ ഡോർ നമ്മൾ ഉണ്ടാക്കണം, ഒരു ഓപ്പണുമായിട്ട് ഡയലോഗ് നടത്തണം. അവിടുത്തെ ജനങ്ങൾക്ക് വലിയ കഷ്ടത്തിലാണ്, അവരുമായിട്ട് നമ്മൾ സംസാരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സൂചിപ്പിക്കുന്നത്? സൂചിപ്പിക്കുന്നതൊക്കെ അതൊക്കെ തന്നെ. പിന്നെ ഗൗതത്തിനോട് ഇപ്പം ഞാൻ ഇതിൻ്റെ ചോദ്യത്തിന് സ്ട്രെയിറ്റ് ആയിട്ട് മറുപടി പറയുന്നില്ല, അത് കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കും. പക്ഷെ എന്നാലും ഞാൻ ഒരു മറുപടി പറയാം. ഇപ്പം കാനഡയിൽ, അതുപോലെ പാകിസ്ഥാനിൽ, ഇവിടെയൊക്കെ നിരവധി ഇന്ത്യ വിരുദ്ധർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ വിരുദ്ധർ കൊല്ലപ്പെട്ടു. നേരത്തെ അങ്ങനെ ഉണ്ടായില്ല. നരേന്ദ്രമോദി വന്നതിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭരണാധികാരികൾ പലപ്പോഴും അത്തരം കാര്യങ്ങളിൽ, ഞാൻ പറഞ്ഞ അത്തരം ചിന്തകളിലേക്ക് പോലും പോയിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കാനഡയിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിലോ മറ്റേതെങ്കിലും രാജ്യത്ത് നിന്നുകൊണ്ട് പോലും ഇവിടെ തുരങ്കം വെക്കാനുള്ള പണികൾ ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ആരാണ് എന്താണെന്നുള്ളത് നമുക്കറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത് കേൾക്കുന്നവരെന്ത് ചെയ്യട്ടെ, അവരുടെ മനോധർമ്മം ഉപയോഗിച്ച് എന്ത് ചെയ്തോട്ടെ. പിന്നെ ഗൗതം വിചാരിക്കുന്ന പോലെ ഇപ്പം ദുരന്തർ എന്ന് പറഞ്ഞ സിനിമ അങ്ങ് വെറുതെ ഉണ്ടായതാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ വെറുതെ ഒന്നും ഒരു സിനിമ ഉണ്ടാവില്ല. നമ്മൾ ചിലതൊക്കെ വിചാരിക്കും ഭയങ്കര ഭാവനയിൽ ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. അങ്ങനെയല്ല. ഇപ്പൊ ആനവാൽ മോതിരം എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായത് നമ്മുടെ ആന്റണി രാജു ഈ പറയുന്ന പോലെ ജെട്ടി പൊട്ടിച്ച് കട്ട് ചെയ്ത് കൊടുത്തതിന്റെ കഥ അറിഞ്ഞതുകൊണ്ടാണ്. പക്ഷെ അത്തരത്തിൽ പല കാര്യങ്ങളും പിന്നീടാണ് തെളിയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് പിന്നെ ചെയ്യേണ്ട ഒരു നിർബന്ധിത അവസ്ഥയിലേക്ക് ഇന്ത്യയെ എത്തിച്ചിട്ടുണ്ട്. ആ കാര്യത്തിലൊരു സംശയമില്ല. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലേ നമുക്കറിയില്ല. ചെയ്യാൻ നിർബന്ധിതരാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്ക്, പഹൽഗാമിൽ വന്നിട്ട് വെറുതെ എന്ത് ചെയ്യുന്നു. പിന്നെ അതിന്റെ പുറകിൽ പോലും പാകിസ്ഥാന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ മതപരമായ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അതിനു മുമ്പ് അവർക്ക് ഇന്ത്യക്കാരനായാൽ മതി, അവർ തട്ടിക്കളയുമായിരുന്നു. ഇപ്പൊ അവർക്ക് എന്ത് ചെയ്യുന്നു, ഇപ്പൊ അത് പോരാ. കാരണം എന്താ, ഇവിടെ മുസ്ലിം ഹിന്ദു വിഭജനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മതം ചോദിച്ചും അതുപോലെ മറ്റേ ചൊല്ലാനൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തേക്കണത്, തട്ടിക്കളഞ്ഞേക്കണം. അപ്പൊ ഇതുകൊണ്ട് ഈ പണി ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെ പോലൊരു നാണം കെട്ട രാജ്യം വരില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം ആയുധം താഴെ വെച്ച് കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പാകിസ്ഥാനാണ്. ഇന്ത്യൻ കരസേനയുടെ മുമ്പിൽ ആയുധം താഴെ വെച്ച് പ്ലീസ് ലേലു അല്ലു എന്നൊക്കെ പറഞ്ഞ് രാജി കാലൊക്കെ പിടിച്ച് എന്ത് ചെയ്തിട്ടാണ്. പക്ഷെ ഇവര് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവര് പെട്ടെന്ന് എല്ലാം മറക്കും. ഒരു ഭരണമില്ലാത്ത അവസ്ഥയിലേക്ക് പാകിസ്ഥാനെ എത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ജനങ്ങൾ എന്താ ചിന്തിക്കുക? ഭരണമില്ലാത്ത അവസ്ഥയിലേക്കൊന്നും പാകിസ്ഥാൻ എത്തിക്കാൻ പല ബുദ്ധിമുട്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇപ്പം ഈ പറയുന്ന പോലെ ജമ്മു കാശ്മീർ അവാമി ലീഗ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള കുറച്ചും കൂടി മര്യാദക്കാരായിട്ടുള്ള ആരെങ്കിലും ഭരണം ഏൽപ്പിക്കുക എന്നുള്ളത് ചെയ്യാനുള്ളൂ. അല്ലാതെ മറ്റേ RSSന്റെ പുള്ളി പറഞ്ഞു, മറ്റേ മോഹൻ ഭഗവത് പറഞ്ഞ പോലെ ഇങ്ങോട്ട് ചേർക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള വലിയ നമ്മുടെ ഈ രണ്ട് പ്രദേശങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ജനങ്ങൾ പാവങ്ങളല്ലേ? ജനങ്ങൾ പാവങ്ങളാണ്, പക്ഷെ ഇക്കണോമിക് വലിയ ഇമ്പാക്റ്റീസ് ഉണ്ട്. അവിടെ വലിയ വ്യത്യസ്തതകളുണ്ട്. അതെങ്ങനെ പരിഹരിക്കും ഗൗതം? ഇവിടെ നിന്നുള്ള ഫണ്ട് അങ്ങോട്ട് ഒഴുക്കിയിട്ട് പരിഹരിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ചെയ്യാൻ പറ്റുമോ? അല്ല ഇന്ത്യയുടെ ഒരു പാവ ഗവൺമെന്റിനെ സൃഷ്ടിച്ചാലും മതി. ഇന്ത്യയുടെ പാവ ഗവൺമെന്റിനെ സൃഷ്ടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും. അതല്ലെങ്കിൽ നമ്മുടെ പാവ ഗവൺമെന്റ് എന്നുള്ള വാക്കൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട. ഇന്ത്യയോട് കുറച്ചുകൂടി സൗഹൃദത്തിൽ പോകുന്ന, ഇന്ത്യക്ക് തലവേദന ഇല്ലാത്തൊരു ഗവൺമെന്റ് സൃഷ്ടിച്ചാൽ നടക്കും. പക്ഷെ അതിന്റെ ഏറ്റവും വലിയ തടസ്സം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസീം മുനീറിന്റെ പുറകിൽ ഉറച്ചു നിൽക്കുകയാണ് അമേരിക്ക. മനസ്സിലായോ? അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അവിടുത്തെ പാക് മിലിറ്ററി എന്താണെന്ന് നമ്മൾ അറിയണം. ആ മിലിറ്ററി എന്ന് പറയുന്നത് വെറും മിലിറ്ററി അല്ല, അവർ വളരെ എക്കണോമിക്കലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സംവിധാനമാണ്. എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് മുതൽ ചോളം മുതൽ ഈ കപ്പലണ്ടി മിഠായി മുതൽ യഥാർത്ഥത്തിൽ വലിയ ഫാക്ടറികളും എഞ്ചിനുകളും വരെ എല്ലാം ഉണ്ടാക്കുന്ന ഒരു വലിയ ബിസിനസ് കോൺഗ്ലോമറേറ്റ് ആണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അവരുടെ ആ ബിസിനസ് സാമ്രാജ്യവും പണവും അതുപോലെ ലക്ഷ്യങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവരെ അവിടെ രാജ്യത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി അവിടെ നിന്നുള്ള പാക്കിലെ മിലിറ്ററി ഓഫീസേഴ്സ് റിട്ടയറായി പോകുമ്പോൾ ഏക്കർ കണക്കിന് സ്ഥലവും സ്വർണങ്ങളും പണവും ഒക്കെയാണ് കൊടുക്കണം. അപ്പം അത്തരത്തിൽ വലിയ തോതിൽ ഒരു ബിസിനസ് ജൈന്റ് കൂടിയാണ് മിലിറ്ററി എന്ന് പറയുന്നത്.
ആ മിലിറ്ററി വലിയ സുഖകരമായി ജീവിക്കുകയും ഈ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മറ്റേ 250 രൂപ എടുത്തും 350 രൂപ എടുത്തും എന്ത് ചെയ്യണം, 1 കിലോ അരി മേടിച്ച് തിന്നുകയും വേണം എന്ന് പറയുന്നവന്റെ നെഞ്ചത്തേക്ക് ഇപ്പോൾ ഒരു പണിയും കൂടി പാകിസ്ഥാൻ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പൊക്കെ അവിടെ പ്രൊട്ടസ്റ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും പുതിയ കാര്യമല്ല അവിടെ. പക്ഷേ ഈ പ്രൊട്ടസ്റ്റ് ഇപ്പം ഉണ്ടായപ്പോഴുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ വണ്ടികൾ മുഴുവൻ തടഞ്ഞേക്കണേ. ഏത് അവർക്ക് വേണ്ട ഗോതമ്പ്, ആഹാര സാധനങ്ങൾ ഇതെല്ലാം കൊണ്ട് തന്നെ വണ്ടികൾ തടഞ്ഞേക്കണേ. വണ്ടികൾ തടഞ്ഞേക്കുമ്പോൾ ഈ ജമ്മു കാശ്മീർ അവാമി ലീഗിന്റെ നേതാവ് പറഞ്ഞേക്കണ വാചകം എന്താണെന്നറിയാമോ? ഞങ്ങളെ പട്ടണക്കിട്ട് നിങ്ങൾ പേടിപ്പിക്കാന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ത്യയിലേക്ക് ഒരു റൂട്ട് തുറക്കുമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ശരിക്കും ഞെട്ടി പറിച്ചു പോയി. എന്ത് ചെയ്യും? അപ്പം ഇനി അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ അവരെ ഒന്ന് സപ്പോർട്ട് ചോദിച്ചാൽ ഇന്ത്യ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇനി ഈ സൈഡ് മാത്രമാണ് പ്രശ്നം. ഇതൊരു സൈഡ്. അപ്പുറത്തെ സൈഡിലേക്ക് എന്താ പറയേണ്ടത്, മറ്റേ അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ പ്രശ്നമാണ്. ബലൂച്ചികളല്ല, താലിബാനായിട്ടും അതുപോലെ തന്നെ അവിടെ സൈന്യമായിട്ടും താലിബാനായിട്ട് ഇപ്പം സഹകരിക്കുന്നുണ്ട്. സഹകരിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ എല്ലാം തന്നെ ഫ്രിഞ്ച് എലിമെന്റ്സ് ഉണ്ട്. ഇപ്പൊ മറ്റേ ഹൊറൈസാൻ എന്ന് പറയുന്ന അങ്ങനെ നിരവധി എലിമെന്റ്സ് ഉണ്ട്. അതിന്റെ പ്രശ്നത്തിലാണ് അവര്. ബലൂച്ചിൽ വേറെ, ബലൂച്ച് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പാകിസ്ഥാന്റെ ഏറ്റവും ഫലഭൂയിഷ്ടമായ ഭൂമിയല്ല, പക്ഷെ എങ്കിൽ പോലും 44% പ്രവിശ്യാണത്. അപ്പൊ ബലൂജിലൊക്കെ ഏതാണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് കൈ വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ബലൂജികളെ ആരാ പിന്തുണയ്ക്കുന്നത്? ബലൂജികൾക്ക് ഫണ്ട് നൽകുന്നത് ആരാണ്? ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അല്ല, അതൊക്കെ ചോദ്യം ചെയ്തോട്ടെ, അതിനൊന്നും പ്രശ്നമില്ല. ബലൂജിലൊക്കെ അടക്കം ഈ ചൈനയുടെ ഒക്കെ വലിയ പ്രൊജക്ടുകളുണ്ട്. ആ പ്രൊജക്ടുകളടക്കം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചൈനീസ് എഞ്ചിനീയർമാർ കൊല്ലപ്പെടും. നമ്മളിപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് മുഴുവൻ കാര്യവും പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പക്ഷെ എങ്കിൽ പോലും അതിന്റെയൊക്കെ പിന്നിൽ പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ പച്ച മലയാളത്തിൽ പറയുമല്ലോ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അത് തന്നെ. പിന്നെ അവിടെയുള്ള ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വലിയ ദയ അർഹിക്കുന്ന ജനങ്ങളാണ് സാറേ. നമ്മൾക്കൊന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബോർഡർ ഉണ്ടല്ലോ, ആ വേലി, അതങ്ങ് ഇല്ലാതാകുന്ന കാലം വരുമോ? അതില്ലാതാവുന്ന കാലം വരില്ല. അതില്ലാതാവുന്ന കാലമൊന്നും ഒരിക്കലും വരില്ല. കാരണം ഇന്ത്യക്കും അതുപോലെ പാകിസ്ഥാനൊക്കെ വലിയ തലവന്നെയായിരിക്കും. പക്ഷേ പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ പറയുന്നത്, ബോർഡറുകളൊക്കെ ഇല്ലാതാവുന്ന ഒരു കാലം വരണമെന്നൊക്കെ ഉള്ളത് നമ്മുടെ വലിയ ഇപ്പം ലോകം തന്നെ അങ്ങനെ ഒരു ബോർഡറുകളും ഇല്ലാത്തൊരു കാലം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം നമ്മളെല്ലാം മനുഷ്യരാണ്. 70 ദിവസവും മരിച്ചു. അതിനിടയിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് ഒരു രാജ്യം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ശരിക്കും രാജ്യം നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. തിരുവിതാംകൂർ ഒരു രാജ്യമായിരുന്നു, കൊച്ചി വേറൊരു രാജ്യമായിരുന്നു, അങ്ങനെയായിരുന്നു. അപ്പം അതുകൊണ്ട് അതൊക്കെ മാറിയേക്കാം. പക്ഷേ ഫ്യൂച്ചറിൽ അതൊക്കെ മാറും കേട്ടോ. ഇപ്പം ഷെങ്കൻ വിസ കൊണ്ട് നമുക്ക് യൂറോപ്പ് കൂടെ സഞ്ചരിക്കാവുന്ന ലെവലിലേക്ക് അത് മാറും. യുദ്ധങ്ങളുടെ നമ്പർ വളരെ കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മാറുന്ന ഒരു കാലം വരും ഗൗതം, ഗ്രാജുവലി വരും. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ, ഏറ്റവും ആദ്യം പറയേണ്ടത്, ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു അയൽപക്ക രാജ്യങ്ങളോടും വളരെ മര്യാദയോടുകൂടി പെരുമാറുന്ന ഭരണകൂടങ്ങൾ ഉണ്ടാവണം. ഈ മിലിറ്ററിക്ക് തന്നെ നമ്മളോട് വലിയ വെറുപ്പൊന്നും ഉണ്ടായിട്ടല്ല അവർ ഈ പണി ചെയ്യണം. എന്താണെന്നറിയാമോ? അവിടെ ഒരു സാധനമില്ല, ഡെവലപ്മെൻ്റ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ അവിടെയുള്ള ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് അവർ വെറുതെ ഇന്ത്യ വിരുദ്ധത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു ശത്രുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? പക്ഷേ ഇക്കാലത്ത് ഇപ്പം ജനങ്ങൾക്കറിയാം നമ്മൾ അങ്ങനെ ഒരു പണിയും അവർക്കെതിരെ ചെയ്യുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി യൂതം, 2 യുദ്ധം ഉണ്ടായപ്പോൾ പോലും നമ്മൾ ഇവിടെ നിന്നുള്ള വെള്ളമൊഴുക്ക് തടസ്സപ്പെടുത്തിയില്ല. വേറെ ആരാണെങ്കിൽ വെള്ളത്തിൽ വേറെ എന്തെങ്കിലും കലർത്തി കൂടി വിട്ടാനേ. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യവും ചെയ്യാത്ത. ഇപ്പൊ ഇറാനിൽ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയപ്പോഴാണ് ഹോർമൂസ് കടലിടുക്കിൽ അവരെന്ത് ചെയ്തത്, ഒരു അവതരത്തിൽ. അപ്പൊ ഇന്ത്യ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇന്ത്യ പലപ്പോഴും ഇപ്പൊ വിജയിച്ചതിന് ശേഷം അവരുടെ കിലോമീറ്ററുകൾക്കകത്തോട്ട് കയറി അവരെ കീഴടക്കിയതിന് ശേഷമുള്ള ആ സ്ഥലമൊക്കെ വിട്ടുകൊടുത്ത് ഇന്ത്യകൾ പോരുകയാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരു രാജ്യമല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫോറിൻ പോളിസികളിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വർഷങ്ങളായിട്ട്. അല്ല സാർ, ഇത് ഇത്രയൊക്കെ ആയിട്ടും ഇന്ത്യ പാകിസ്ഥാനോട് പറയുന്നത്, നിങ്ങൾ ഇന്ത്യ വിരുദ്ധത കൊണ്ട് നടക്കണ്ട, നിങ്ങൾ അവിടെ നിങ്ങൾക്ക് ഒരു ഭൂമി തന്നു, അവിടെ പോയി ജീവിക്കുക, എന്നിട്ടും വീണ്ടും ഈ കച്ചറയാക്കുന്നത് എന്തിനാ? കച്ചറയാക്കുന്നതിൻ്റെ പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോൾ ഈ ടോപ്പിക് കൊണ്ടൊന്നും കൊണ്ട് തീരില്ല. അതൊക്കെ ഇവരുടെ അടിസ്ഥാന പ്രശ്നം അതാണല്ലോ. അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യ വിരുദ്ധത ആളി കത്തിച്ചുകൊണ്ട് ജനങ്ങൾ ഒരുമിച്ചിപ്പിച്ച് ചേർത്തുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തേത്, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഇൻ്റർനാഷണൽ താല്പര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പം ഇന്ത്യ അത്ര പെട്ടെന്ന് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യേണ്ട, ഇന്ത്യക്കെതിരെ അസ്വസ്ഥതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം എന്നൊക്കെയുള്ളതിൻ്റെ പിന്നിൽ നിരവധി ലക്ഷ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല ലക്ഷ്യങ്ങളുണ്ട്. അപ്പം അത് ഇപ്പം ലഡാക്ക് പോലെയുള്ള പ്രശ്നങ്ങളിൽ അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ ഒരു വിഷയം എന്താണെന്ന് അറിയാമോ ഗൗതം? സിമ്പിളായിട്ടൊരു ലോജിക്ക് പറയാൻ ഗൗതം. ഇപ്പം ഗൗതം രാവിലെ, ഗൗതത്തിന് വേറെ സൈഡിൽ നിന്നോ ബാക്കിയുള്ള നിന്നോ പ്രശ്നങ്ങളൊന്നുമില്ല. ഗൗതം രാവിലെ മുതൽ ജോലിക്ക് പോയി വർക്ക് ചെയ്ത് ഗൗതത്തിൻ്റെ വീട് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യും. അതേസമയം
ഗൗതത്തിന്റെ അയൽവക്കക്കാരുമായിട്ട് നിരന്തരം പ്രശ്നമാണ്, രാവിലെ തെറി പറയും, ചിത്ത പറഞ്ഞിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നാച്ചുറലി ഗൗതത്തിന്റെ ഒരു Growth കുറവായിരിക്കും. അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇത് ചെയ്യണം. അതായത് ഇന്ത്യ വളരരുത് എന്ന് പല ലോകരാജ്യങ്ങളും ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാലോ, ഇപ്പൊ വേലുപ്പിള്ളை പ്രഭാകരനും അതുപോലെ തന്നെ ശ്രീലങ്കയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യൻ സൈന്യം അവിടെ കയറിയിട്ട് ഒരുപാട് അതിക്രമങ്ങൾ കാണിച്ചു എന്ന് പറഞ്ഞ് വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട്, വലിയ പരാതികളുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ നമ്മളൊക്കെ വിചാരിക്കുന്ന ആ സമയത്ത് ഇന്ത്യയിൽ തന്നെ എന്തോരം പ്രശ്നങ്ങളുണ്ട്, പിന്നെ എന്തിനാ അവിടെ കയറണമെന്ന് ചോദിക്കണം. പക്ഷെ അവിടെ കയറാതിരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പ്രദേശം എന്നുള്ളതിലൊക്കെ അവിടെ സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യം, ഇപ്പൊ ചൈനയോ US ഏതെങ്കിലും രാജ്യം വന്ന് ഇടപെട്ടാൽ അത് അതിനേക്കാൾ വലിയ തലവേദനയായി തീരും, നമ്മുടെ ഒരു പെർപ്പച്വൽ പെയിനായി തീരും. അപ്പൊ അതുകൊണ്ട് തന്നെ നാച്ചുറലി അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇടപെടണം. ഇവിടെ പാകിസ്ഥാനിലേക്ക് ഇതിനുവേണ്ടി സത്യം പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്ക്. അവർക്ക് കഴിക്കാൻ ഫുഡില്ല, അവിടെ അരി മേടിക്കാൻ കാശില്ലാത്തപ്പോഴും ഇന്ത്യക്കെതിരെയുള്ള ആയുധത്തിന് ഈ ലഷ്കർ തോയ്ബക്കും ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ കോടിക്കണക്കിന് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ എത്ര കാലം കൊണ്ടുപോകും? ഞാനിപ്പോ 1 കൊല്ലം മുമ്പ് 1.5 കൊല്ലം മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാനൊക്കെ സത്യം പറഞ്ഞാൽ മലയാളത്തിലൊരു വർത്തമാനം പറയും, പരുന്നുകാലെ പോകേണ്ടത് അതേപോലത്തെ ഒരു പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ പാകിസ്ഥാൻ ആരാധകർക്ക് ഇഷ്ടമില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ കുറെ പാകിസ്ഥാൻ ആരാധകർക്ക് ഇപ്പൊ ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് സാറും തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ സ്ലീപ്പർ സെല്ലായിട്ടുള്ള. അല്ല, അതൊക്കെ ഉണ്ട്, അതിന് സംശയമില്ല. എന്റെ പൊന്നുകൗത്, ഈ പാകിസ്ഥാൻ ആരാധകർ എന്ന് പറഞ്ഞാൽ ആരാണ്? ആർമി ആരാധിക്കുന്നവനാണ്. അവര് എന്ത് വിവരമില്ലാത്ത ആളുകളാണ്. അവിടെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. ഇപ്പൊ ഗൗതം അറിയേണ്ടത്, ഈ ജാലിയൻ വാലാബാഗിനൊക്കെ അടുത്ത് അവിടെ യഥാർത്ഥത്തിൽ ഒരു പാവം പിടിച്ച ഒരു കാശ്മീരിനെ വെടിവെച്ചു കൊല്ലുകയാണ്. അവനും ഇതേ മതക്കാരനാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനിടയിൽ ഈ പാകിസ്ഥാനുമായിട്ട് പറയുമ്പോൾ നമ്മൾ കോൺഗ്രസ് നേതാവായിട്ടുള്ള ഷമാ മുഹമ്മദ് പറഞ്ഞൊരു കാര്യമാണ്. ദുരന്തർ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. അവരെ എതിർത്തുകൊണ്ട് ഒരു മുസ്ലിം അക്കൗണ്ടിൽ നിന്ന് ഒരാൾ കമന്റ് എഴുതി, ഇത് പ്രൊപ്പഗാൻഡ സിനിമയാണ്, നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു? അപ്പൊ അവര് പറഞ്ഞത്, കോൺഗ്രസ് നേതാവ് പറഞ്ഞത് പാകിസ്ഥാനിൽ പോടാന്നാണ്. കാരണം മുസ്ലിങ്ങളെ നിങ്ങൾ പാകിസ്ഥാനുമായിട്ട് കമ്പയർ ചെയ്യണം, അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ്. അല്ല, അത് കറക്റ്റാണ്. അത് ഷമാ മുഹമ്മദ് ഇപ്പൊ ഗൗതം പറഞ്ഞ ലാസ്റ്റ് സെൻസിലാണെങ്കിൽ അത് കറക്റ്റാണ്. നമ്മൾ എന്തിനാണ് ഇപ്പൊ നാളെ ഒരു ഹിന്ദു അമേരിക്കയിൽ ഒരു വൃത്തിയോട് കാണിച്ചെങ്കിൽ നമ്മൾ ഉടനെ ഹിന്ദു വികാരം ഒന്നും ഉണരേണ്ട ആവശ്യമില്ല. എന്ത് കാര്യം ഇരിക്കണം, അല്ലെങ്കിൽ തന്നെ എന്ത് കാര്യം ഇരിക്കണം വികാരം ഇടുന്നത്? ഇതൊന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇവിടെയുള്ള ഈ പാക് അനുകൂലികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയണത്, നിങ്ങളൊക്കെ നിൽക്കേണ്ടത് അവിടെ 10,000-കണക്കിന് ആളുകൾ സമരം ചെയ്യണം, അവരുടെ ഒപ്പമാണ്. ഇല്ലേ? അല്ലാതെ അസിമുനീറാണ് പാകിസ്ഥാൻ. ഞാനിവിടെ ഈ പാകിസ്ഥാൻ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ആളുകളിൽ അല്ലെങ്കിൽ പറയുന്ന ആളുകളിൽ ക്രിസ്ത്യാനികളായിട്ടുള്ളതും ഹിന്ദുക്കളായിട്ടുള്ളതും ആളുകളെയാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഈ ഷമാ മുഹമ്മദിനെ പോലുള്ള ദേശീയ ബോധമുള്ള മുസ്ലിങ്ങളൊക്കെ തീർച്ചയായിട്ടും പറയുന്നുണ്ട്. പക്ഷെ കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ മറ്റു സ്ഥലങ്ങളിലായിക്കോട്ടെ ഹിന്ദുക്കളെയും അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികളെയും. ഗൗതം, അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെ പറയുന്ന നിരവധി മുസ്ലിം സമുദായത്തിലെ ആളുകൾ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഏക പ്രശ്നം എന്താ പറയുക, ഒരുപാട് പേര് ഉയർന്നു വരണം. അല്ല, ഒരുപാട് പേരുണ്ട്. പക്ഷെ ആകെയുള്ള പ്രശ്നം എന്താ അറിയാമോ? അവർക്ക് വലിയ സ്പേസോ കാര്യങ്ങളോ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒന്ന്. 2 തരത്തിലാണ് അവരുള്ളത്. ഒന്നില്ലെങ്കിൽ ഹൈലി ഇന്റലക്ച്വൽ ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ കൾച്ചറിലും യൂട്യൂബിലും ഒക്കെ വലിയ മാർക്കറ്റ് ഇല്ല. അത്രേ ഉള്ള കാര്യം. മീഡിയ വണ്ണേ പാകിസ്ഥാൻ വിരുദ്ധത പറയോ? ഏതാ മീഡിയ വൺ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായി. പാകിസ്ഥാൻ വിരുദ്ധത എന്നും പറയണ്ടേ? സത്യം പറഞ്ഞാൽ മതി. എന്തിനു വിരുദ്ധത? ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറയണത് ഗൗതം, ഇപ്പൊ നമുക്കൊരു ഇവിടെ ഇരുന്നത് അഫ്ഗാനിസ്ഥാനോട് നമുക്കൊരു വിരുദ്ധത ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പാകിസ്ഥാൻ ആണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ ആരാണെങ്കിലും സത്യം പറയണ്ടേ? നഖം മറ്റേ നെയിൽ പോളിഷ് ഇട്ടതിന് ഇന്ത്യ നിരന്തരമായിട്ട് ആക്രമിക്കുന്ന ഒരു മിലിറ്ററിയോട് പിന്നെ വിരുദ്ധത അല്ലാതെ വേറെ എന്താ കാണിക്കേണ്ടത്? നമ്മളവിടുത്തെ മിലിറ്ററിയോട് വിരുദ്ധതയാകാം, അസിം മുനീറിനോട് വിരുദ്ധതയാകാം, അല്ലാതെ നമ്മൾ അവിടെയുള്ള ആളുകളോട് വിരുദ്ധത, ഒരു രാജ്യത്തോട് വിരുദ്ധത നിങ്ങൾ പറയുന്നത്. ഇപ്പൊ ഇവിടെ RSSന്റെ മോഹൻ ഭാഗവത് തന്നെ പറഞ്ഞു പാകിസ്ഥാനിലെ ജനങ്ങൾ ഞാൻ പറയണത് തുറന്ന സംഭാഷണം നടത്തുന്നത് നമുക്കെന്ത് വിരുദ്ധത? അല്ല, ഇവിടെ മിലിറ്ററിയോടാണ് വിരുദ്ധത. അല്ല, ട്രംപിനോട് ഇപ്പൊ നമുക്കൊരു വിരുദ്ധതയുണ്ട്. കാരണം അദ്ദേഹം ഇന്ത്യ വിരുദ്ധ നിലപാടെടുക്കുന്നതുകൊണ്ട് ട്രംപിനോട് വിരുദ്ധ. അല്ലാതെ അമേരിക്കയിൽ പാവം പിടിച്ച ആളുകൾ അവര് വളരെ നല്ല ആളുകളാണ് മഹാഭൂരിപക്ഷം പേരും. ഈ സത്യം പറഞ്ഞാൽ അമേരിക്കയിലോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലൊക്കെ ഉള്ളതിനേക്കാൾ വളരെ വലിയ ഗതികേടിലും ദുരന്തത്തിലും ജീവിക്കുന്ന ആളുകളാണ് ഈ പാവം പിടിച്ച പാകിസ്ഥാനിലുള്ള ആളുകൾ. അതായത് ഗൗതമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അവൻ രാവിലെ മുതൽ പാതിരാത്രി വരെ കഷ്ടപ്പെട്ടിട്ടും ഒരു ദിവസം പോലും സ്വസ്ഥമായിട്ടോ മനസമാനമായിട്ടോ കിടന്നുറങ്ങാൻ പറ്റാത്തവരാണ്. ഇപ്പൊ സിറിയ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ഒന്ന് ഗൗതം ഒന്ന് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും അവർക്കൊരു മനസമാനത്തോടെ കിടക്കാൻ പറ്റിയിട്ടുണ്ട്? ഇപ്പൊ ഈ ഫലസ്തീൻ തന്നെ ലെബനൻ,
എന്തോരം രാജ്യങ്ങളാണ് എന്നെങ്കിലും ഒരാൾക്ക് സമാധാനമായിട്ട് എവിടെയെങ്കിലും ഒരു ദിവസം കിടന്നുറങ്ങണ്ടേ? എന്തുകൊണ്ടാ കാരണം? അത് ഇത് ഈ പറയുന്ന പ്രാന്തുള്ള കുറെ ആളുകൾ അവിടെയൊക്കെ ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ വേറെ എന്താണ്? 70 വയസ്സിലേകം മരിച്ചു പോകുന്നൊരു കാര്യത്തിനടക്ക് നമ്മളിനി അതുണ്ടാക്കുക ഇതുണ്ട് പറഞ്ഞാൽ കൂടി പോകും. അതുകൊണ്ടാണ് ഇതൊക്കെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വിരുദ്ധത ആവശ്യമില്ല. പക്ഷെ സത്യം പറയണം, ഇപ്പം നെയിൽ പോളിഷ് ഇട്ടവൻ്റെ കൈ വെട്ടിക്കളയുമ്പോഴത്തേക്കും അവനും ഒരു മതത്തിൽ ഇതേ മതത്തിൽ വിശ്വസിക്കുന്നതാണ്. പിന്നെ അവനെതിരെ മറ്റവരെ അനുകൂലിക്കുന്നത് എന്താണ്? അത് ശരിക്കും ഗൗതം പറഞ്ഞ പോലെ അത് ഒരു വിരുദ്ധതയുടെ സ്നേഹത്തിന്റെ ഒന്നും കാര്യമല്ല. സാറ് ഞാൻ ചില ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പാകിസ്ഥാൻ വിരുദ്ധതയുണ്ട്, പാകിസ്ഥാനൊക്കെ കാണിക്കുന്നത് ഭൂകൃതരാണെന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഈ അഭിപ്രായം തുറന്നു പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഭിപ്രായം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാറിന് ഗുണമാകും. താങ്കളിപ്പോൾ ഈ പറഞ്ഞതൊക്കെ സംഘപരിവാറിന് ഗുണമാകുന്നു. അല്ല, സംഘപരിവാറിന് ഗുണമാകും എന്നതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ തുറന്നു പറയരുത് എന്ന് നമ്മളെ മലയാളത്തിലെ ചില മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ആളുകളും എടുക്കുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും അത് പറഞ്ഞതിൻ്റെയൊക്കെ പിന്നിൽ ചില അവരുടെ മണ്ടൻ ചിന്താഗതികളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇറാനിലുണ്ടായിരുന്ന ഹിജാബ് പ്രക്ഷോഭം ഇവിടെ എങ്ങനെ റിപ്പോർട്ട് ചെയ്ത പ്രശ്നമാവുന്നൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഗൗതത്തിന് അറിയാൻ പാടില്ലാണ്ടാണ്. സത്യത്തിൽ ഇവരുടെ മണ്ടൻ ചിന്താഗതിയാണ്. സത്യത്തില് സംഘപരിവാറിന്റെ വളർച്ച സ്റ്റോപ്പ് ഇട്ട പോലെ നിൽക്കും. എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇവരും കൂടി സത്യം പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇതിൽ മഹാഭൂരിപക്ഷം ആളുകൾ ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല സംഘപരിവാറിന്. ശരിയല്ലേ? കാരണം അത് മറ്റവരെ ഏറ്റെടുക്കും. അപ്പൊ എന്ത് ചെയ്യും? അവരെ സ്പേസ് ഇല്ലാതാവും. സ്പേസ് നമുക്ക് ഇപ്പൊ തുറന്ന് ഞാൻ ഗൗതത്തിനോട് പറയാം, VS അച്യുതാനന്ദൻ ഏറ്റവും എതിർത്തിട്ടുള്ള ഒരാളാണ് വെള്ളാപ്പള്ളി ഗണേശൻ. എന്നിട്ട് VS അച്യുതാനന്ദൻ എന്ത് ഈഴവർ വോട്ട് ചെയ്തില്ലേ? ഇതൊക്കെ വെറും തോന്നലാണ്. നിങ്ങൾ ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന്റെ ഉള്ളിൽ ഒരു നന്മ എന്ന് പറയുന്ന അംശമുണ്ട്. അത് പറയുമ്പോൾ അവന് ഒരു പരിധി വരെ അത് മനസ്സിലാവും. പക്ഷെ അത് ഉറച്ച് ആർജവത്തോടെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു പുല്ലും സംഭവിക്കാനില്ല. പക്ഷെ ഫത്വ ഇറക്കും. ഇനി സംസാരിച്ചു കഴിഞ്ഞാൽ തല പോകുമെന്ന ഭീഷണി വന്നു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കും. ഫത്വ ഒന്നും ഇറക്കില്ല ഗൗതം. കൈ വെട്ടിയിട്ട് മിണ്ടായിരിക്കല്ല, പിന്നെയാണ് ഫത്വ ഇറക്കിയിട്ട്. ആർക്കെതിരെ ഒരു ഫത്വ ഇറക്കാൻ പോണ ഗൗതം? ഇപ്പൊ യൂട്യൂബിൽ ഞാൻ വേണമെങ്കിൽ 5 ലേഡീസിന്റെ പേര് പറഞ്ഞുതരാം. പച്ച ചീത്തയാണ് അവർ പറയണ ഈ കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ അവർ പറഞ്ഞ ചീത്തയിട്ട് എനിക്ക് പോലും തോന്നിയിരുന്നു. ഞാനൊരു സ്ത്രീ പറഞ്ഞിട്ട്, ഞാൻ പേര് പറയല്ല അവരുടെ, ആ സ്ത്രീ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത് എന്താണ് ഇങ്ങനെ പറയണത്. കാരണം എന്ന് വെച്ചാൽ ഒരു സൗമ്യമായ മര്യാദയുള്ള വാക്കുകൾ പോലുമല്ല പറയണത്. നിങ്ങൾക്ക് അറിയാൻ പാടുള്ളതൊരു കാര്യമുണ്ട്, നിങ്ങൾ എത്രത്തോളം പിടിമുറുക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം ചീത്ത കൂടുതലായിരിക്കും.